സെക്രട്ടറി ഒരു 50 രൂപയുടെ റീചാർജ് ചെയ്തേക്ക്. ഇവന്റെ വീട്ടിലെ പട്ടി പോലും കഞ്ഞി കിട്ടാണ്ട് പട്ടിണി കിടന്ന് ചത്തുപോകും. ഇൻകം ടാക്സ് റെയ്ഡെന്ന്. നിനക്ക് വെറുതെ തോന്നുന്നതാ. എനിക്ക് കണ്ടിട്ട് അത്ര ഭംഗിയൊന്നും തോന്നിയില്ല. അതെ, ആമ്പിള്ളേര് രാത്രിയിൽ പുറത്ത് കറങ്ങുന്നു വെച്ച് പെമ്പിള്ളേരും കറങ്ങി നടക്കാൻ പാടില്ല. വീട്ടിൽ പോയി ഞങ്ങള് കോൺ വാങ്ങിക്കാൻ കടയിൽ പോകുവാ. അയ്യോ, കോണൈസോ? ഈ തണുപ്പത്താരെങ്കിലും കോണൈസ് കഴിക്കൂ? കോണൈസ് അല്ല, മൈലാഞ്ചി ഇടുന്ന കോൺ. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ നിന്നോട് ആരെങ്കിലും ചോദിച്ചോന്ന് ശല്യം. എല്ലാ സുന്ദരിമാരുടെയും കൂടെ ഇതുപോലെ ഒരു വാലുണ്ടാവും. സ്വസ്ഥമായിട്ടൊന്ന് സൊള്ളാനും സമ്മതിക്കില്ല. എന്താ? ഒന്നുമില്ല, മൈലാഞ്ചി എടുത്ത് മുഖത്ത് തേച്ചാൽ നല്ല സൗന്ദര്യം ഉണ്ടാവും പറഞ്ഞത്. Can I help you? No thanks. ഇംഗ്ലീഷ് നന്നായിട്ട് കാച്ചുന്നുണ്ടല്ലോ. പ്രസിഡന്റ്, യു ആർ വെരി ലക്കിയാ. കല്യാണം കഴിയുമ്പോ 30,000 രൂപ ശമ്പളം ഉറപ്പായിട്ടും വീട്ടിലെത്തും. കാണാതിരുന്നാൽ ഇത് വാങ്ങിച്ചാലോ? ഡിസൈനൊക്കെ നല്ല രസമുണ്ടല്ലോ. ചേട്ടന് വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചേരട്ടെ? വേണ്ട, ആണുങ്ങളുടെ കൈക്ക് മൈലാഞ്ചി ഇട്ടാ ശരിയാവില്ല. അതും രാത്രിയിൽ മൈലാഞ്ചി ഇട്ടാ ഒട്ടും ശരിയാവില്ല. ഐഷു, ഇത് നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉത്സവത്തിന്റെ അന്ന് നിന്നെ സാരി എടുത്ത് കണ്ടപ്പോ ഞാൻ ആകെ മൊത്തത്തിൽ ഫ്ലാറ്റ് ആയി പോയിട്ട് മുറിവൊന്നും കണ്ടില്ലല്ലോ. മോന്തൊക്കെ ഒരു കുത്തു വെച്ചെന്നാലുണ്ടല്ലോ, നെഞ്ചിനകത്തെ നൊമ്പരം അതെങ്ങനെയോ ഞാൻ പുറത്തു കാണിക്കോ? എനിക്ക് നന്നായിട്ടറിയാം നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ആരാ പറഞ്ഞത്? പിന്നെന്തിനാ നീ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പിള്ളേര് പഞ്ഞിമുട്ടായി നോക്കുന്ന പോലെ എന്നെ തന്നെ നോക്കുന്നേ? എന്റെ നോട്ടം തന്നെ അങ്ങനെ. പിന്നെ ഞാൻ തന്നെ റിബൺ എന്തിനാ കെട്ടിയത്? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് അറിഞ്ഞിരുന്നേ ഞാൻ ആ റിബൺ കൈകൊണ്ട് പോലും തൊടില്ലായിരുന്നു. എന്നാ ചേട്ടാ പൈസ. നിനക്ക് അവനോട് ഇഷ്ടാണോ? ഇഷ്ടമൊക്കെയാ, പക്ഷേ ഇഷ്ടപ്പെടാത്ത പോലെ ഒന്ന് അഭിനയിക്കുവാ. അതെന്തിനാ? എന്തിനാന്നോ, എന്റെ അടുത്ത് ലവ് ലെറ്റർ തന്നെ ടീച്ചറിനെ വിളിക്കാൻ നോക്കിയല്ലേ. ഒരു 3-4 ദിവസം പുറകെ നടക്കട്ടെ, എന്നാലേ ബുദ്ധി വരും. പിന്നെ ഈ ആണുങ്ങൾ ഇങ്ങനെ വാലാട്ടി നടക്കുന്നത് കാണാൻ ഒരു രസമല്ലേ? രസോ? ഇപ്പോഴേ അവന്മാര് വാലാട്ടി നമ്മുടെ പുറകെ വരൂ. കല്യാണം കഴിഞ്ഞാലുണ്ടല്ലോ പട്ടികളെ പോലെ നമ്മളെ കെട്ടിയിടും. എന്റെ ചെക്കൻ അത്ര വലിയ വില്ലനൊന്നുമല്ല, അവൻ വേറെ ഒരു മണ്ണുണിയാ. നീ വേണമെങ്കിൽ നോക്കിയോ, ഇപ്പൊ ഏതെങ്കിലും ഒരു വിരഹഗാനം കേട്ടോണ്ട് ദേവദാസിനെ പോലെ അലഞ്ഞു നടപ്പുണ്ടാവും. എന്താ ചേട്ടാ, ഞാൻ കുടിച്ചിട്ടുണ്ടോ? ആളെ മെനക്കെടുത്തോണ്ടൊന്ന് പോയ ചേട്ടാ. ഒന്ന് പറയേ, ഈ നിൽക്കുന്ന കുടിയാൻ പറയാ. ഞാൻ കുടിച്ചിട്ടുണ്ടോ ചേട്ടാ? താൻ കുടിച്ചിട്ടുണ്ട്, ഒന്ന് പോയേ. പ്രൂഫ് എന്താ ചേട്ടാ? നാറിട്ട് പോയോ? ഒന്ന് പോടോ. കറക്റ്റ് ചേട്ടാ, എനിക്കൊരു സംശയം. അലമ്പുണ്ടാക്കാതെ മര്യാദക്ക് വെക്കോ. ആണാണോന്നൊരു സംശയം. വെറുതെ ഒച്ച എടുത്തിട്ട് കാര്യമില്ല. ആണാണെങ്കിൽ ഇതേ മീശ വേണം.
ആരത്? എടാ, എല്ലാവരും ഓടി കൗണ്ടറേ. ഏതാടാ അവൻ? അയ്യോ, ഇത് നമ്മുടെ ചന്ദ്രുവാ. ചന്ദ്രു എന്നിട്ടാണ് നോക്കി നിൽക്കുന്ന? എടുക്ക്, വേഗം പിടിക്കേ. ആരാണെന്നറിയില്ല. 3-4 പേര് ചേർന്ന് നിങ്ങളുടെ മകനെ തല്ലി ചതക്കായിരുന്നു. അവന്റെ നല്ല സമയം, കറക്റ്റ് സമയത്താ ഞാൻ അവിടെ എത്തിയത്. പറഞ്ഞ് മനസ്സിലാക്ക്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടൊന്നും വേണ്ടെന്ന്. ഇന്ന് തല്ലിയവര് നാളെ കൊല്ലാനും വലിക്കല്ലേ. എപ്പോഴും ഇതുപോലെ രക്ഷിക്കാൻ ഞാൻ എത്തിന്ന് വരില്ല. നോക്കിയും കണ്ടൊക്കെ നടക്കാൻ പറ അവനോട്. വാടാ ഗൗണ്ടറെ, പാമ്പ് പത്തി താഴ്ത്തണമെങ്കിൽ അതിന്റെ വാലയിൽ ചവിട്ടിട്ട് കാര്യമില്ല, തലയിൽ തന്നെ ചവിട്ടണം. ഈ പയ്യനൊരു ഓലപ്പാമ്പ. അവന്റെ വാലയെ ചവിട്ടിയാലും മതി. ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. എന്നിട്ടും കേട്ടില്ലെങ്കിൽ പിന്നെ എന്റെ തോക്കായിരിക്കും സംസാരിക്കുക. വാടാ. മർമ്മം നോക്കിയുള്ള ഇരുട്ടടിയാ. ഇത്രയും തല്ലുകൊള്ളാൻ നീ എന്ത് തെറ്റാ മോനെ ചെയ്തത്? ആരാ നിന്നെ തല്ലിയത്? അച്ഛാ, ഞാൻ കുറച്ച് ഉടായ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആളെ വെച്ച് എന്നെ തല്ലിച്ചത് വേറെ ആരുമല്ല. ആ വണ്ടി കയറി പോയില്ലേ, അയാൾ തന്നെയാ. അയ്യോ, ഇടം മഹാഭാവി കാലമാടാ. എന്റെ കുഞ്ഞിനെ തല്ലിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുവാണല്ലേ. അവനൊരു പാഠം പഠിപ്പിക്കണം. അച്ഛാ, അച്ഛനാണോ ഇങ്ങനൊക്കെ പറയുന്നേ? അച്ഛൻ എന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കത് മതി. നാളെ അയാളുടെ തോട്ടത്തിൽ വലിയ കുഴി തോണ്ടി പുല്ലും ചെടിയും വെച്ച് മറിച്ച് അയാളെ അതി ചാടിച്ച് ഞങ്ങൾ വരുവിലായി നിന്ന് മൂത്രമൊഴിക്കും. നിന്റെ ഈ കുട്ടിക്കളി കാരണമാ എല്ലാവരും നിന്നെ എടുത്തിട്ട് ചാമ്പുന്നത്. അച്ഛാ, അവന് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അവന്റെ ജീവൻ എന്താണെന്ന് അറിയാലോ. അതിനെ ഈ രാത്രി തന്നെ പൊക്കിയേര്. എന്തു വെച്ചടാ? എന്റെ ചന്തിയിൽ ഒരു ആണി കുത്തി. ആ, നീ കോഴിക്കോട്ടുകാരനല്ലേ, കുത്താതിരിക്കില്ല. സെന്റിമീറ്റർ കൂട്ടിമുട്ടിയിരുന്നെങ്കിൽ ആണിയല്ല, ആണി വേര് തന്നെ ഇളകിപ്പോവും. പ്രസിഡന്റ്, കൗണ്ടറുടെ ജീവൻ. എന്താ? നല്ല കിടപ്പ്. വേണ്ട. എന്താടാ, അകത്ത് കേറുമെന്നുള്ള പേടിയാണോ? അല്ല, നിന്നെ പിടിച്ച എനിക്കും കിട്ടില്ലേ തല്ല്. വിടറാ. വേണ്ട. വിടറാ. വിടില്ല ഞാൻ. വിടറാ. ഇല്ല. വിട്ടില്ലെങ്കിൽ ഞാൻ ഒച്ച വച്ച് എല്ലാരും വിളിച്ചു കൂട്ടും. എന്നാ പോ. എന്നാ പിടിക്കേ. എന്തൊരു കിടപ്പാ ദൈവമേ ഇത്. ദേവലോകത്തുള്ള ഏതോ ഒരു സുന്ദരിയെ. അവിടെയുള്ള അപ്സരസുകൾ ഇവളുടെ സൗന്ദര്യം കണ്ട് അസൂയ പൂണ്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാ. അമ്പടി കള്ളി. ഞാൻ പറഞ്ഞപ്പോ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണ് കയ്യിലിട്ടിരിക്കുന്നല്ലേ. എടാ ചന്ദ്രു, ഐഷുവിന്റെ മനസ്സിന്റെ ഏതോ കോണിൽ നിന്നോടുള്ള പ്രണയം പൊട്ടിമുളച്ചു. എന്താണ് നോക്കുന്നത്? ഓസിയിലോടുന്ന പടവല്ലേ, ആര് കണ്ടാൽ എന്താ പ്രസിഡന്റെ? കൊട്ടിയത് കളി പൊക്കോടുന്നു. ഫാമിലി പിക്ചറാ ഇത്. സെൻസർ ബോർഡിന് വെറുതെ പണി കൊടുക്കണ്ട.